ഇപ്പം ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, എനിക്കിപ്പോൾ പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും എനിക്കൊരു പൈസ കിട്ടില്ല. എനിക്കിപ്പോൾ എന്ത് നടിക്ക് കിട്ടും, ക്യാമറമാനെ കിട്ടും, മേക്കപ്പ് മാനെ കിട്ടും, അല്ലെങ്കിൽ യൂണിറ്റ് അംഗങ്ങൾക്ക് കിട്ടും, പറ്റിച്ചു പോകണേ വേറെ വിഷയം കേട്ടോ. ഞാൻ പറഞ്ഞ സാധാരണ ഇതിൽ കൊടുക്കുന്നതാണ് കിട്ടും. നഷ്ടം പറഞ്ഞാൽ ഈ നിർമ്മാതാവിനെ വരുന്നുള്ളൂ, അല്ലാണ്ട് താരങ്ങൾക്ക് നഷ്ടം. അപ്പോൾ ബോധം ആർക്ക് വേണം? നിർമ്മാതാവിന് വേണം. ഈ നിർമ്മാതാക്കളായ ആൾക്കാരോട് എനിക്ക് പറയണത്, നിങ്ങൾ ഒരു 1.5 മണിക്കൂറിൻ്റെയൊക്കെ സിനിമയാക്കുക. അതിനനുസരിച്ച് കറക്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് ഞാനൊക്കെ ചെയ്താൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ശരിക്കും അഭിനയിച്ചു പോകും എൻ്റെ വീട്ടിൽ തന്നെ. മറ്റുള്ളവർ എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതും 25 സെക്കൻഡ്, ആർട്ടിസ്റ്റുകളെ നമ്മൾ അഭിനയിച്ചു പോകും, ഞാൻ ചെയ്തു പോകും 50 സെക്കൻഡ്. ഇങ്ങനെയാണ് ഞാൻ 2 മണിക്കൂർ 40 മിനിറ്റാണ് എൻ്റെയൊക്കെ വരുന്നത്. ആ 2:40 കൃത്യം വരും. അതിൽ പാട്ടിൻ്റെ എക്സ്ട്രാ ടൈം എഴുതി സ്റ്റണ്ട് സീൻ വെച്ചിട്ട് ഞാൻ 2:40. അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സീന് പോലും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ്. എത്രയോ ആളുകൾ നിങ്ങളൊരു 2.5 മണിക്കൂറിൻ്റെ പടത്തിന് 5 മണിക്കൂർ എടുത്തിക്കും, പിന്നെ അത് കട്ട് ചെയ്യണമല്ലോ ഭഗവാനെ, ഇത് നല്ലൊരു പണിയാണ്. എന്നിട്ട് അവിടെ നല്ല ഒരു താരത്തിൻ്റെയൊക്കെ ഫുള്ള് കട്ടാവും. നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ അഭിനയിച്ചു എൻ്റെ ഒന്നും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. വലിയ താരങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഫുള്ള് ഫുട്ടേജ് കട്ട് ചെയ്യണം. ആ നിർമ്മാതാവിൻ്റെ നഷ്ടം ആലോചിച്ചൊക്കെ. 2.5 മണിക്കൂറിൻ്റെ പടം ഒരു സംവിധായകൻ 5 മണിക്കൂർ എടുക്കുന്നു. 50 ദിവസം കൊണ്ട് തീരേണ്ട സിനിമ 100 ദിവസമായി. ഈ 50 ദിവസം വന്ന നഷ്ടം ആര് കൊടുക്കും? ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ശരിക്കും എന്താ വേണ്ടത്? എഴുതി തീർത്ത സ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞ മലയാള സിനിമ കംപ്ലീറ്റ് കൈവിട്ടിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ പറയുന്നതൊക്കെ വേസ്റ്റാണ്. കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റ് 1.5 മണിക്കൂർ സിനിമയാക്കുക. സിനിമയിൽ പാട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഒരു പാട്ടോ, ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ ഇത് വരുന്നില്ല. ഒരു പാട്ടോ ഒരു തല്ലോ അങ്ങനെ. പിന്നെ ക്രൗഡ് സീന് മാക്സിമം കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സിനിമ ചെയ്തു നോക്ക്. ഈ OTT കാരനൊന്നും വേണ്ട, തിയേറ്റർ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ടാണ്. കാരണം അപ്പോൾ ഇത്രയും ദിവസങ്ങൾ വരില്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ടൊരു സൂപ്പർ സംവിധായകൻ 11 ദിവസം കൊണ്ടിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, അത് അവരെ പൈസയ്ക്കായത്, അവനവൻ്റെ പൈസയ്ക്ക് ഞാൻ പോകട്ടെ. അപ്പം ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ സിനിമ ചെയ്യാം തീർച്ചയായിട്ടും. റൂമിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ചെയ്യാം. അല്ല ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ദിവസം കൊണ്ടൊക്കെ സിനിമ ചെയ്യാൻ പറ്റും. കറക്റ്റ് 7 മണിക്ക് സ്റ്റാർ എത്തണം, 9 മണി വരെ 7 to 9 നമ്മളെ കണക്ക്. ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്നല്ലേ പറയുന്നത്, സ്ഥലങ്ങൾ വെച്ചിട്ട് ആ ടൈമിലെല്ലാം ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞോണോ എനിക്ക് കഞ്ചാവ് അടിച്ചാലേ കാരവാനിൽ ഇരുന്നാലേ അഭിനയം വരും, ഇങ്ങനത്തെ ഇതൊന്നും അല്ലാതെ കറക്റ്റ് 7 മണിക്ക് ഒരാൾ എത്തുന്നു, 9 മണി വരെ ശരിക്കും വർക്ക് ചെയ്യുന്നു, എല്ലാവർക്കും ഒരു ആത്മാർത്ഥത. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചോറെന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഒരു സിനിമ 15 to 20 ദിവസത്തെ ഷൂട്ട് തീർന്നിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരുത്തരം വേണം. ഈ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ഈ സിനിമയെ തകർക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ ആർട്ടിസ്റ്റുകളുടെ ആത്മാർത്ഥ ഇല്ലായ്മ. പണ്ഡിറ്റ് പറഞ്ഞു വെച്ചൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. ആ പ്രൊഡ്യൂസർമാരെ സംരക്ഷിക്കുന്ന നിലയിൽ പറയുന്നവർ വളരെ ചുരുക്കമാണ്. സന്തോഷം, അതെനിക്ക് ഭയങ്കര ഹെറ്റ് ചെയ്തൊരു സാധനമാണ്. വളരെ ചുരുക്കമാണ്. അവര് പാവങ്ങളാണ്, അധ്വാനിച്ചുണ്ട്, അവരാണ് ആത്മഹത്യ. ഈ സിനിമ റിലീസ് സിനിമ പൊട്ടിയെന്ന് പറഞ്ഞ നടന ആത്മഹത്യ ചെയ്യണ്ട, ഒരു ക്യാമറമാൻ അടുത്ത പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാ. മാത്രമല്ല പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നടന്റെ ഒരു ഡയലോഗ് സംവിധാനം ശരിയല്ല, ഞങ്ങൾ പറഞ്ഞ ഒന്നും നിർമ്മാതാവ് മുഴുവനായി തന്നിരുന്നില്ല, അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയെ ബാധിച്ചു. വിജയിച്ചാൽ എൻ്റെ സിനിമ ഹിറ്റായി, ഇനി മുതൽ ഞാൻ 6 കോടി എന്നുള്ളത് 16 കോടി ആക്കുന്നു. വിജയിച്ചാൽ ഫുൾ ഉത്തരവാദിത്വം നടന്. നായികനെ കുറിച്ചൊന്നും പിന്നെ ആരും പറയല്ല, നായിക എന്തോ ചെയ്യട്ടെ. നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ അതിൽ പോസ്റ്റർ ശ്രദ്ധിക്കണം, സന്തോഷ് പണ്ഡിറ്റിനോടൊപ്പം ആ നായികയുടെ ഫോട്ടോ ഞാൻ കൊടുക്കാം. നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു സോങ് കാണും, ഒരു ലവ് സോങ് എടുത്തോ, 90ഓളം സോങ് ഉണ്ട്, അത് സന്തോഷ് പണ്ഡിറ്റിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിക്കാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളെ കേരള സംസ്ഥാനത്ത് നിങ്ങൾ എൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കുക, ആ നായിക കഥാപാത്രം ഉണ്ടെങ്കിൽ ആ സിനിമ അങ്ങനെ ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾ കണ്ട എത്ര സിനിമയുടെ സൂപ്പർ ഹിറ്റ് സിനിമയിൽ പോലും ആ നായികയെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം നായകനിൽ തുടങ്ങി നായകൻ്റെ ഹീറോയിസം, നായകൻ്റെ കാട്ടിക്കൂട്ടൽ, ഇതിൻ്റെ ഇടയിൽ നായികൻ്റെ റോൾ എന്താണെന്നറിയോ? 2 പാട്ട്, ഡാൻസ്, ഒരു ഡപ്പാങ്കൂത്ത്, ഇതൊക്കെയാണ് നായിക. അവസാനം നായകനെ കല്യാണം കഴിക്കുന്ന സംതിങ് അല്ല. ചില സിനിമകളുണ്ട്, ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം സിനിമകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പെൺകുട്ടികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ സ്ത്രീ ഓഡിയൻസും ബാക്കോട്ട് പോകും. ഇതൊക്കെ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഓരോ വ്യൂവേഴ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അധികം സ്ത്രീകൾ എത്ര പേര് അത് വ്യൂ ചെയ്യുന്നുണ്ട്, എത്ര സ്ത്രീകളുടെ കമൻസ് അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് നിങ്ങൾ നോക്കിയത്. കാരണം സ്ത്രീകൾക്ക് കൂടി ഇപ്പം ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ 11ാമത്തെ സിനിമയാണ് ആതിരയുടെ മകൾ അഞ്ജലി. ആ സിനിമയുടെ പേര് പോലും നിങ്ങൾ നോക്ക് അല്ല, അത് ആലോചിച്ച് നോക്ക്. അതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന സിനിമയാണ് ഇപ്പം മിനിമോളുടെ അച്ഛൻ, അതല്ലെങ്കിൽ നീലിമ നല്ല കുട്ടിയാണ്. ഞാൻ ചെയ്ത 11 സിനിമയിൽ 3 സിനിമയുടെ പേര് തന്നെ ഒരു സ്ത്രീയുടെ പേരാണ്. അല്ല എന്നെപ്പോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്,
സ്ത്രീകളൊക്കെ ഈ സിനിമയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് വിട്ടുപോകുന്നു. പിന്നെ തള്ളിമറിക്കലാണ്. ഓക്കെ, ഈ തള്ളിമറിക്കലിൻ്റെ ഇത് എന്നോട് ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ടോക്കാണ് ഇന്ന് ആ ട്രെയിനിൽ. കാരണം എപ്പോഴും സാധാരണയായിട്ട് ഇങ്ങനെ KSRTC പോകുന്നുണ്ട്. സാധാരണ സന്തോഷ് സാറേ ഈ 2 ആഴ്ച കൊണ്ട് 100 കോടി കിട്ടി എന്നൊക്കെ നമ്മൾ കാണൂല. ഞാൻ പറഞ്ഞു ചേട്ടാ തള്ളാണ്. അപ്പോൾ വേറെ ആൾ പറഞ്ഞു തള്ളാണെന്നൊന്നും പറയാൻ പറ്റില്ല സന്തോഷ് സാറേ. ഞാൻ ചോദിച്ചു ചേട്ടാ ശരി, ചേട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇപ്പം തന്നെ തരാം. അല്ല 200 കോടി ഒരു സിനിമയ്ക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു. അത് ശരിയായിരിക്കും, ഞാൻ പോകുമ്പോൾ ആളുണ്ടല്ലോ എന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് ഇപ്പം തന്നെ നമുക്ക് ആ തീരുമാനമാക്കാം. 3.5 കോടി. ശരി, ഇതിലെ പകുതി ആളുകളെങ്കിലും ഒരു 70+ ഏജുള്ളൂ, അല്ല തിയേറ്ററിൽ പോകാനുള്ള പകുതി ആളുകളെങ്കിലും ഒരു ഇപ്പം ജനിച്ച കുട്ടി തൊട്ട് നിങ്ങൾ 3.5 കോടിയിൽ അതൊക്കെ വരൂലേ തൊട്ട് ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഒരു ലെവലുള്ള 6, 7, 8, 10 വയസ്സുള്ള കുഞ്ഞു കുട്ടികളും ഉണ്ടാവില്ലേ? ശരിയല്ലേ? അപ്പം തന്നെ ട്രെയിനിൽ എല്ലാവരും ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 1.25 കോടി സിനിമ ചിന്തിക്കാത്ത ആൾക്കാരാണ്. അയ്യോ ഇനിയിപ്പോൾ 1.25 കോടി ജനങ്ങൾക്ക് മനസ്സ് വെച്ചാൽ എന്ത് സിനിമയ്ക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരാണ്. സമ്മതിച്ചു. ഇവിടെയുള്ള എല്ലാവരും സിനിമാ പ്രാന്തന്മാരാണോ? സിനിമയെ വെറുക്കുന്ന ആൾക്കാരല്ലേ? ജീവിതത്തിൽ സിനിമ കാണാൻ എത്ര പേരുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു അത് എത്ര വരും? അപ്പോൾ എല്ലാവരും തലവറിഞ്ഞ് സന്തോഷ് സാറേ പോട്ടെ ഒരു 75 ലക്ഷം ആൾക്കാർ സിനിമ കാണുമല്ലോ. സംഭവിച്ചു 75 ലക്ഷം ആൾക്കാർ ഒരു സിനിമ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ആൾക്കാരാണ്. ഇതിൽ തന്നെ എത്ര പേര് പ്രവാസികളായി പോയിട്ടുണ്ടോ? അല്ല ഭയങ്കര സിനിമ പ്രാന്തന അല്ല, അത് വിട്ടു. ഈ 75 ലക്ഷം ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളാണല്ലോ 200 കോടി 300 കോടി. ഈ 2, 3, 4 ആഴ്ച ഇടയിൽ 75 ലക്ഷം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുകയാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് ചാർജ് മാത്രം നോക്കി അല്ല, ഈ 75 ലക്ഷം ആളുകളിൽ എത്രയോ പേർക്ക് ഇപ്പോൾ അസുഖമായിട്ട് കിടക്കുന്നവരുണ്ടാവും. ഇപ്പം അച്ഛന് സുഖമില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ എക്സാം ആയിരിക്കും, പലതരത്തിലുള്ള എക്സാം. മനുഷ്യന്മാരല്ല ഇവർ പറയുന്ന ദിവസം നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ 75 ലക്ഷത്തിൽ സാധാരണഗതി ചിന്തിച്ച് 50 ലക്ഷം ആളുകൾക്കല്ലേ ഭൈ ഞാൻ ചോദിക്കുന്നത് അല്ലേ? അത് വേൾഡ് വൈഡ് റിലീസ് ചെയ്താൽ ഒപ്പിക്കാമല്ലേ? അല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ റിസൾട്ട് കേരളം മാത്രം എടുക്കാം. അല്ല വേൾഡ് വൈഡ് ആണെങ്കിൽ സായിപ്പ് നമ്മളെ സിനിമ കാണണം. അല്ല അങ്ങനെയുണ്ട്. അല്ല അതാ ഞാൻ പറയുന്നത്. അല്ല നമ്മളിപ്പോൾ മൊത്തം മലയാളീസിനെ വെച്ച് അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 50 ലക്ഷം കൂട്ടിക്കോ, അപ്പോൾ എല്ലാവരും ധാരണയിലെത്തി. 50 ലക്ഷം ആൾക്കാർ എന്നാൽ തന്നെ അത് വളരെ കൂടുതലാണ്. 50 ലക്ഷം ആൾക്കാർ ഒരു സിനിമ കാണുന്നു. ഞാൻ പറഞ്ഞു വായി അങ്ങനെ കണ്ടൊരു പടമുണ്ട്, ഏതാണെന്നറിയോ? ബാഹുബലി 2. അതിൻ്റെ കളക്ഷൻ എത്ര അറിയോ? 76 കോടിയാണ്. ഞാൻ പറഞ്ഞു 50 ഇൻറ്റു ഇവിടെ ടിക്കറ്റ് ചാർജ് നോക്കുക 100, 150, 200 ഒരു എവറേജ് 150 കൂട്ടിക്കും. എവറേജാണ് ഞാൻ പറയുന്നത്, എല്ലാ തിയേറ്ററിലും വ്യത്യസ്തമായിരിക്കും. 50 ലക്ഷം ആളുകൾ ആ സിനിമ കണ്ടിരുന്നു. 76 കോടിയാണ് അതിൻ്റെ കളക്ഷൻ. മനസ്സിലായി? കാരണം അപ്പം എന്നോട് ബാഹുബലിൻ്റെ ആൾ കറക്റ്റാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അതേ കറക്റ്റാണ് പറഞ്ഞത്. കാരണം പ്രഭാസിനെ ഇവിടുത്തെ നിർമ്മാതാക്കളെ ആകർഷിപ്പിച്ച് അടുത്ത പടം ചാക്കിട്ട് പിടിക്കേണ്ട ഗതികേടില്ല, അതുകൊണ്ട് പ്രഭാസ് ഉള്ളതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. 50 ലക്ഷം ആളുകൾ കാണുന്ന സിനിമയ്ക്ക് അത് ബാഹുബലി 2 എത്രമാത്രം ഓടി എന്നുള്ളത് ഈ പരിപാടി കാണുന്നവർക്ക് ഞാൻ വിട്ടു. അല്ല 50 ദിവസം പോലും ഫുള്ളിൽ ഓടിയ പടം അല്ല. ലോജിക്കലി ചിന്തിക്കൂ, 75 കോടിയല്ലേ വരുള്ളൂ. ഞാൻ ചോദിക്കുന്നു അപ്പം 50 ലക്ഷം ആളുകൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അല്ല 75 ലക്ഷം ആളുകൾ കാണും ചേട്ടാ, അത് ഒരിക്കലും നടക്കൂല. ഓരോ മനുഷ്യന്മാർക്ക് എക്സാമിൻ്റെ പല എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമ എത്രയാ അഭിനയിച്ചു വെച്ച സിനിമ താരങ്ങൾ പോലും സിനിമ കാണുന്നില്ല. അപ്പം ഞാൻ പറയുന്നു സാധാരണഗതിയിൽ കേരള സംസ്ഥാനത്ത് 50 ലക്ഷമാണ് മാക്സിമമാണ്. ആ ബാഹുബലി 2 ആണ് മാക്സിമം. 50 ലക്ഷം ആളുകൾ ഇവിടെ കാണുള്ളൂ. മലയാളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് കളക്ട് ചെയ്യാവുന്ന മാക്സിമം 75 കോടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം മറ്റുള്ള സ്റ്റേറ്റിൽ അത് പക്ഷേ നമ്മളെ ഈ 3.5 കോടിയിൽ ഇതൊക്കെ വരുന്നുണ്ട് പോട്ടെ. എന്നാലും അവിടെ നിന്നോ സാറ്റലൈറ്റോ OTTയോ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് മാക്സിമം 100 കോടീൻ്റെ ഇതിൽ വരും, എല്ലാ ബിസിനസ്സും അടക്കം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകില്ല.